ഇവിടെ ഞാൻ വന്ന് ഗേറ്റ് തുറക്കും, ആ കുഞ്ഞോട് ഓടി വരും. എൻ്റെ ഭാര്യ അടുത്ത് വന്ന് അമ്മമ്മന്നാണ് വിളിക്കുന്നത്, എന്നെ അമ്മ അച്ഛ അച്ഛനാണ് വിളിക്കുന്നത്. ഇവിടെ വരും, കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ വല്ലപ്പോഴേ കൊച്ച് ഒരു വിളി വിളിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ റബ്ബർ പാലെടുക്കണം, അവിടെ നിന്ന് പാലെടുക്കാം, ശ്രദ്ധിക്കും. അപ്പോൾ അവിടെ നിന്ന് കഥയെല്ലാം അടച്ച് അങ്ങ് അതിനകത്ത് കൊണ്ടുപോകും. ബാക്കി എവിടെ നേരം വിളിക്കുമ്പോൾ ഡാൻസിന് പോകും. 5-6 ദിവസം കഴിഞ്ഞാണ് വരണത്. ഇവനാണ് ആ കൊച്ചിനെ കൃത്യമായിട്ട് ഉപദ്രവിക്കുന്നത്. ഒരമ്മ ഒരു കുഞ്ഞിനോട് കാണിച്ച കുടുംബാതകം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതിനപ്പുറത്തേക്ക് അമ്മ എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു ക്രൂര കൃത്യമാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അറിയാതെയെങ്കിലും സാക്ഷിയായവരിൽ ഒരാൾ എന്ന് പറയുന്നത് അയൽവാസിയായിട്ടുള്ള വിശ്വംഭരൻ എന്ന് പറയുന്ന ചേട്ടനാണ്. ചേട്ടാ, ഈ വേസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത്, പശുവിനെ വെള്ളം എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇവർ ഈ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളൊക്കെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിരുന്നോ? ഈ ക്രൂരകൃത്യം കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആ കൊച്ചു ഇറക്കം ഇവിടെ വരുമായിരുന്നു. ഈ മരിച്ച കൊച്ച്, കൊന്ന കൊച്ച് ഇവിടെ വരുമായിരുന്നു. ഇവിടെ ഒന്ന് കയറ്റി തട്ടും. പറയട്ടെ നമുക്ക് അലക്കാറി. ഇവിടെ ഞാൻ വന്ന് ഗേറ്റ് തുറക്കും, ആ കുഞ്ഞോട് ഓടി വരും. എൻ്റെ ഭാര്യ അടുത്ത് വന്ന് അമ്മമ്മന്നാണ് വിളിക്കുന്നത്, എന്നെ അമ്മ അച്ഛ അച്ഛനാണ് വിളിക്കുന്നത്. ഇവിടെ വരും, കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ നിൽക്കുമ്പോൾ ഈ അവളെ ഈ കൊന്ന പയ്യൻ്റെ സഹോദരി 2 പിള്ളേരുണ്ട്. അവരെ ഒന്ന് വിളിച്ചാൽ കൊണ്ടുപോകും. അങ്ങനെ 2-3 ദിവസം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു കൈ ഇങ്ങനെ കെട്ടിയിട്ടേക്കും കേട്ടോ. അപ്പം നമ്മൾ എന്ത് ഇവനെ ഇങ്ങനെ കൈ കെട്ടി എങ്ങനെയെന്ന് അന്വേഷിച്ചപ്പോൾ അവള് നേരം വെളുത്ത് ഇവിടെ കാണൂല. അവള് നേരം വെളുത്ത് ഡ്രസ്സൊക്കെ ചെയ്ത് അവൻ തന്നെ ചിലപ്പോൾ റോഡിൽ കൊണ്ടാക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അവൻ ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ കൃത്യമായിട്ട് അവിടെ കാണുന്ന അവനും ഈ കൊച്ചേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരക്കപ്പോൾ അവർ പറഞ്ഞ് പിന്നെ സൈക്കിള്, അവന് ചെറിയ സൈക്കിളുണ്ട് കൊച്ചിനെ ചവിട്ടാനേ, സൈക്കിളിൽ നിന്ന് വീഴുന്ന ഒരു കൈ പൊട്ടിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിശ്വസിച്ച് ശരിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ 2 കൈയും കൂടെ കെട്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്ന് തിരക്കിയപ്പോൾ പിന്നെ ഈ കൊച്ചിനെ അവർ പുറത്ത് വിടൂല. ആദ്യം ഒരു കൈ ഒടിഞ്ഞു, പിന്നെ രണ്ടാമത്തെ കൈ ഒടിഞ്ഞു. അപ്പോൾ വല്ലപ്പോഴേ കൊച്ച് ഒരു വിളി വിളിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ റബ്ബർ പാലെടുക്കണം, അവിടെ നിന്ന് പാലെടുക്കാം, ശ്രദ്ധിക്കും. അപ്പോൾ അവിടെ നിന്ന് കഥയെല്ലാം അടച്ച് അങ്ങ് അതിനകത്ത് കൊണ്ടുപോകും. അപ്പോൾ ആ വീട്ടിൽ കൃത്യമായിട്ട് കാണുന്ന യവനും ഈ കൊച്ചിയെ കാണുള്ളൂ. ബാക്കി എവിടെ നേരം വിളിക്കുമ്പോൾ ഡാൻസിന് പോകും. 5-6 ദിവസം കഴിഞ്ഞാണ് വരണത്. ഇവനാണ് ആ കൊച്ചിനെ കൃത്യമായിട്ട് ഉപദ്രവിക്കുന്നത്. ഒടുവിലാണ് ഞങ്ങളിങ്ങനെ തിരക്കപ്പോൾ അറിഞ്ഞ് ആദ്യം കേസായി. ഈ കൊച്ചിൻ്റെ അച്ഛൻ്റെ അമ്മ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഇടപെട്ട് അവർ ഇവളെ തള്ളികളെ വിട്ടാണ്. അവർ അവളെ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം വളർത്തിക്കൊള്ളാന്ന് പറഞ്ഞു. എവള് പറഞ്ഞു ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് അവരെ വിട്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരായിട്ടും കാണുക എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല. ഈ മരിക്കണേൻ്റെ അന്ന്, ഈ കൊച്ചു മരിച്ചതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് വണ്ടി ഒരു ആണടിച്ച് അവിടെ വന്നു. അവിടെ വന്ന് എന്നിട്ട് അങ്ങ് പോയി. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവ ടക്കന ഓടി കൊച്ചിനെ എടുത്തോണ്ട് വന്ന് വണ്ടി കയറി പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ വേറെ ആവശ്യമായിരിക്കും. ഒടുവിൽ 3 മണിയായപ്പോൾ അറിയണം കൊച്ചു മരിക്കുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ കൈ ഇവളാണ്, തള്ള. കാരണം ഇവക്ക് ഈ വിവരങ്ങളെ അറിയാം. എവള് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവൾ ആ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അവളെ അമ്മയുടെ ആ കൊച്ചങ്ങ് നിന്നതിനായിരുന്നു. ഇതിന്റെ കാരണക്കാരാത്രേ ഇവളാണ്. ഇവരിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തിനകത്തേ ആവുള്ളൂ. അയാളല്ല ഈ കെട്ടണം വാടകയ്ക്കെടുത്തത്. ഈ വാടകയ്ക്കെടുത്ത ഇവന്റെ സഹോദര ഭർത്താവാണ് വാടകയ്ക്കെടുത്തത്. അയാൾ ഇത്ര ജോലിയുണ്ട്, മലപ്പുറത്ത് കോഴിക്കോട് എവിടെയാണ് അയാൾ വല്ലപ്പോഴൊക്കെ വരുള്ളൂ. അയാൾ ഇവിടെ വന്ന് ഇവരെ പ്രശ്നങ്ങൾ ആവുകൊണ്ട് അയാളിങ്ങനെ വരാറില്ല. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവനും ഈ കൊച്ചും അവൻ്റെ പെണ്ണും അയാളുടെ സഹോദരി 2 പിള്ളേരും, ബാക്കി ആരും ഇവിടെ ഇല്ല. ഇവരാണ് യഥാർത്ഥ ഈ കാര്യങ്ങളത്തിന് ഉണ്ടാക്കുന്നത്. ഈ അമ്മയും ഈ പറയുന്ന അഷ്കറും അല്ലാതെ മറ്റുള്ളവരും ആ വീട്ടിലുണ്ടായിരുന്നപ്പോ അവര് കണ്ടിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും അറിയാം. ആ വീട്ടിലുള്ള കംപ്ലീറ്റ് ആൾക്കാരൊക്കെ അറിയാം. എല്ലാവരും അറിയാതെയൊന്നും അല്ല. ആ കുഞ്ഞങ്ങനെ വേദനയാവുന്നോ കരയുന്നോ അങ്ങനെ ഒന്നും ഇതുവരെ ഒന്നും കേട്ടില്ല. അങ്ങനെ ഒരു വിളിക്കും. അപ്പൊ അമ്മയായിരിക്കും തട്ടേ മുട്ട കഴിഞ്ഞാൽ പിന്നെ ഇവര് കഥ അടച്ച് പുറത്ത് വിടില്ല കൊച്ചിനെ. പിന്നെ ഇവര് നമ്മളായിട്ട് ഒരു കമക്കാണില്ല. അപ്പൊ നമ്മളെ വിചാരിച്ചാൽ അവര് അന്വേഷിക്കുമായിരിക്കും വിചാരിച്ചു. പിന്നെ ഇപ്പോഴല്ലേ വിവരങ്ങളൊക്കെ അറിയണത്. 1.5 വയസ്സെങ്ങാണ്ടല്ലേ? 1.5 വയസ്സുണ്ട്. അപ്പൊ എങ്ങനെയാ ഒറ്റയ്ക്ക് തനിയെ വരുമോ? തനി വരും. അവിടുത്തെ കാര്യം തന്നെ ഇവിടെ വരും. ഇവിടെ വന്ന് കഥ തട്ടും കൂടെ കയറും. എന്റെ ഭാര്യ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരൊന്ന് വിളിച്ച് കൊണ്ടുപോകും. എന്റെ മോളെ കഥായി പൊടി കൊച്ചു മരിച്ച കൊച്ചേ എല്ലാ മുറിയും അമ്മൂമ്മന്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നോ കുഞ്ഞ്? എന്റെ അടുത്ത് സംസാരിച്ചു. എന്റെ മോളെ നാട്ടിൽ ഒരു ദിവസം കൊതിക്ക് കൊടുത്ത് ഇവള് വെള്ളാതി മടിയിലിരുത്തി. ഈ പ്രായത്തിലൊരു കൊച്ചുണ്ട് എന്റെ മോളെ മോന്.
ആ കൊച്ചു കാണാത്തോണ്ട് ഇതിന്റെ വലിയ സ്നേഹം. രണ്ടു ഒരു പ്രായം. പിള്ളേരെല്ലാം ഒന്നുമില്ലല്ലേ. ഈ പെൺകുട്ടീനെ അമ്മമ്മ കാണാറില്ലേ? അല്ല, ഈ അമ്മ കുഞ്ഞിന്റെ അമ്മയെ അമ്മേനെ കാണാറില്ലേ? അവള് വൈകിട്ട് വന്നിട്ട് അങ്ങ് പോകും. നമുക്ക് ഒന്നും കാണാനില്ല. പകലില്ലല്ലേ. അമ്മേനാണെങ്കിൽ മുഖത്ത് നോക്കൂല. കൊച്ചിനെ കൊന്നോയി. അവര് ഒന്നുമില്ല. ആരും എടുത്ത് സംസാരിക്കില്ല. അപ്പൊ ഈ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തും നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ അറിയുന്നില്ലല്ലോ. അല്ല, മരണപ്പെടുന്നതിന് മുമ്പും ഈ പറയുന്നത് പോലെ പലതവണ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. നമ്മളാരും അറിയില്ല. എവിടെ ഉണ്ടെന്നുള്ളതാണ് അറിയില്ല. എവള് നേരം വെളുത്ത് ഒരു കെട്ടി പോവും. പിന്നെ ഈ ചെറുക്കനും ഈ കൊച്ചു അവനേ ഉള്ളൂ. മറ്റേ രണ്ട് പിള്ളേര് പഠിക്കാൻ പോവും. പിന്നെ അവന്റെ സഹോദരി അവിടെ ഒരു കടയിൽ നിൽക്കാൻ പോവാണ്. കരുപിഴി ഒരു പഴക്കടയിലോട്ട് നിൽക്കുകയാണ് പെണ്ണ്. ഇവിടെ കൃത്യമായിട്ട് അവനും ആ കൊച്ചേ ഉള്ളൂ. 24 മണിക്കൂർ അവർ രണ്ടിനേ ഉള്ളൂ. ജോലിയൊന്നുമില്ലേ ആക്ക് ആ പയ്യന്? യവന് ജോലി എന്താന്ന് അവള് തമിഴ്നാട്ടിൽ അവിടെ എവിടെയും പോയി ഡാൻസ് ഒക്കെ കളിച്ച് വരുമ്പോഴൊക്കെ പണച്ചാക്കാറ്റ് വരണം. തിന്നോണ്ടിരുന്നാ പോരെ അവന് വേറെ ജോലി എന്തോന്നു? എത്ര കാലമായി വിവാഹം കഴിഞ്ഞിട്ട്? അങ്ങനെ എന്തെങ്കിലും അറിയാമോ? അതൊന്നും നമുക്കറിഞ്ഞൂടാ. ഒന്നും അറിയത്തില്ല. ജസ്റ്റ് നമ്മളൊരു അയൽവാസി ആയിരുന്നു മാത്രം. ഇവൻ ഇവിടെ ഈ അടുത്ത കാലത്താണ് ഇവിടെ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത്. ഈ കെട്ട വാടകയ്ക്കെടുത്ത് അവനല്ല, ഇവന്റെ സഹോദര ഭർത്താവാണ് വാടകയ്ക്കെടുത്തിരുന്നത്. അപ്പൊ ഈ വാർത്ത ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ. ഈ നാട്ടുകാരൊക്കെ ഒരുപാട് പേര് ആക്രമിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പൊ അത് എങ്ങനെയാണ് അപ്പൂപ്പൻ നോക്കി കാണുന്നത്? ആക്രമിച്ചെന്ന് പറഞ്ഞ ഇവന്റെ ഈ സ്വഭാവം കണ്ട് ആരാക്രമിക്കാത്ത അന്നിവിടെ കാണുന്ന ഒരു ജനസമുദ്രമായിരുന്നു. ഈ കൊച്ചിനെ കൊന്നു 91 മുറിവുണ്ടെന്ന് കൊച്ചിന്റെ ദേഹത്ത്. 91 മുറിവ് ടിവിയിലൊക്കെ കാണിച്ചില്ലേ? 6 വാരിയല്ലോ ഒടിക്ക്. ഇതൊക്കെ ജനമല്ല അന്തമാണ്. ഇതെല്ലാം ഇവിടെ ഭയങ്കര ജനമുള്ള ഏരിയയാണ്. കൂടുതൽ പോലീസിനൊന്നും പിടിച്ചാൽ നിൽക്കില്ല ഇവിടെ. പോലീസൊക്കെ തന്നെ ഇവിടെ അങ്ങ് മറിഞ്ഞു വീഴുന്നു. പിന്നെ അവസാനം അവർ എങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇവിടെ താഴെ കൊണ്ടുപോയിട്ട് താഴെ നീ കൊണ്ടുവരാൻ പറ്റില്ല. ഈ വഴി ഇടം കുറവാണ്. അവനെ കൊന്നളഞ്ഞ ആളുകൾ. കാരണം ഞങ്ങൾ ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്ന് കേട്ടിട്ടില്ല. ഇവിടെ ഒരു മോഷണം പോലും നടക്കുന്ന സ്ഥലമല്ല ഇവിടെ. അല്ല, നോർമലി കുഞ്ഞുങ്ങളൊക്കെ കരയുമ്പോ നമ്മൾ കേൾക്കത്തില്ല. അതുപോലെ ഒരു ശബ്ദം ഒരിക്കലും വന്നിട്ടില്ല. അപ്പൊ ഈ കരയുമ്പോ വാപൊത്തി പിടിക്കുക അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇവ അടുത്ത് അങ്ങ് കൊണ്ടുപോവാണ്. ഈ ഇവിടെ ഒരു വെളിയിൽ കഥ തുറക്കില്ല. കഥ എല്ലാം എന്താ ചെയ്ത് അങ്ങ് കൊണ്ടുപോയില്ലേ. കൊച്ചു ഒരു വിളിക്കും, കൊടുത്ത് അങ്ങ് കൊണ്ടുപോകും. പിന്നെ നമ്മളെല്ലാം അറിയണം. നമ്മളറിയണ ആഹാരം കൊടുക്കുമ്പോഴേ വേറെ എന്താ പ്രശ്നം എന്നിട്ട് കണക്കാക്കണം. ഇന്ന് അവളെ കൊണ്ടുവന്ന് പറഞ്ഞ് തെളിവിലൊക്കെ കൊണ്ടുവന്ന് പറയണോ വരുമെന്തോ. ഇതൊക്കെ അടച്ചു പൂട്ടിയിട്ട് ആരും വന്നിട്ടില്ല. ഏത് കൊച്ചാ രാത്രി വന്ന്? അല്ല, ഈ കടയിൽ നിൽക്കുന്ന അവന്റെ സഹോദരി ഉണ്ടല്ലേ, അവന്റെ സഹോദരി അവന്റെ തള്ളയാണെന്ന് തോന്നുന്നു. ആരും കണ്ടില്ല ഞങ്ങള്. അന്ന് അവിടെ കഴുകിയൊക്കെ വൃത്തിയാക്കി പിന്നെ വേസ്റ്റൊക്കെ വാരിയിട്ട് ചൂടാക്കി എന്തരായിട്ട് അങ്ങനെ പോലീസ് വന്നപ്പോൾ അവരെ തെളിവരെ നശിപ്പിച്ചെന്നൊക്കെ പറയണം. അതിന് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. ഈ തീ കത്തിച്ചെന്നൊക്കെ പറയുമ്പോ അതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലേ? വേസ്റ്റുകൾ വാരിയിട്ടാ. അതൊക്കെ രാത്രിയാണ്. അപ്പൊ ആരും കണ്ടു കാണുമല്ലോ. അത് രാത്രി ഏതാണ്ട് 7 മണി ആവും. 7 മണി കഴിയും. ആ കടയിൽ നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ കടയിൽ കരിപ്പിടി കടയിൽ ഒരു പെണ്ണെ പെണ്ണ്. ആ പെണ്ണും അവളെ തള്ളയും കൂടിയാണ് വന്ന് ഇവിടെ സാധനങ്ങളൊക്കെ വാരി. ഈ ഷർത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈ കൊച്ചിന് ചോറ് കൊടുത്ത് വിടുന്ന ഷർത്തിൽ നിന്നാണ്. ഷർത്തിലൊക്കെ വാരിയിട്ട് അവർ കഴുകി വേസ്റ്റ് രക്തക്കരായിരിക്കും. അത് നമ്മൾ കണ്ടില്ല. അതൊക്കെ വാരി തുണികളൊക്കെ വാരിട്ട് ചുറ്റു വന്നിരുന്നു. മുകളിലെ ചെറുക്കൻ പറഞ്ഞ് രാത്രി ഇവിടെ ആൾക്കാർക്ക് ഉറങ്ങണം, മുകളിൽ ഈ സൗണ്ടൊന്നും ഇവിടെ ആക്കില്ല എന്ന്. പിന്നെ ആരും മിണ്ടില്ല. ഇവങ്ങ് ഇറങ്ങി പോകും. ഇവിടെ ഇറങ്ങി സംസാരിക്കുക, ആരുടെ സംസാരിക്കുക ഇടപെടുകയൊന്നുമില്ല. ഈ മദ്യപാനം അങ്ങനത്തെ ലഹരി ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നല്ലേ പയ്യന്? എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ സ്വഭാവം ഒന്നും കണ്ടില്ല. പക്ഷെ അവന്റെ ഈ സ്വഭാവം വെച്ചിപ്പോ നോക്കുമ്പോൾ ഇന്നലെ കുഴപ്പമുണ്ട്. അതവന്റെ വണ്ടി തന്നെ. ഈ അവന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇപ്പൊ അഖില എന്ന് പറഞ്ഞുകൊണ്ടില്ലേ, അവളെ ഉരുപ്പടി ഈ കൊച്ചിന്റെ കയ്യിൽ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് മാറ്റുന്ന പറയണ കേട്ടോ. അതിനെ വ്യക്തം അറിഞ്ഞൂടാ. 91 മുറിവുണ്ട് ആ കൊച്ചിന്. 7 വാരിയെല്ലാം പൊട്ടിയിരിക്കുന്നത്.
1.5 വയസ്സേ ഉള്ളൂ. നട്ടല് 2 പൊട്ടലുള്ളൂ. പക്ഷെ എന്ത് പറയണേ, അപ്പൊ ഇത്രയും വേദന സഹിക്കണ്ടേ അത്? നമ്മൾക്ക് പോലും പറ്റൂല ഇങ്ങനത്തെ വേദന ഉണ്ടെങ്കിൽ അതിന് പറയാനും പറ്റില്ല. നമ്മള് യഥാർത്ഥത്തിൽ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ട് കഥയില്ല. ഈ കൊച്ചിന്റെ ബന്ധുക്കൾ ആരും വരാറുണ്ടായിരുന്നില്ല? ഇവിടെ താമസിക്കുന്നവരല്ലാണ്ട് വേറെ ആരും വന്നിട്ടില്ല ഈ വീട്ടില്? വന്നിട്ടുണ്ട്. ഇവിടെ അമ്മ ഉണ്ടല്ലോ, ഇവിടെ അമ്മ 1-2 ദിവസം വന്നിട്ടുണ്ട്. ഇവിടെ അമ്മ എന്ന് പറയണ്. കാറിൽ വന്നവരെ ആ കൊച്ചിന്റെ കളിപ്പാട്ടമൊക്കെ ഉണ്ടല്ലോ, കളിപ്പാട്ടമൊക്കെ ഒരു ലോഡ് ഇവിടെ കൊണ്ട് നിറക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട്. ഇത്രയും കളിപ്പാട്ടങ്ങളൊക്കെ പുറത്തുണ്ടായിട്ടും കുഞ്ഞിനെ പുറത്തേക്ക് വിടാറുണ്ടായിരുന്നില്ല? എവിടെ നിന്ന്? അവര് കൊല്ലണമെന്നുള്ള നേരത്തെ കണക്കാക്കി ചെയ്യണല്ലേ. പിന്നെ എന്തോന്ന് കളിപ്പാട്ടൊക്കെ ഇവിടെ വാങ്ങിച്ചിടുന്നൊരു പ്രഹസനത്തിന് കൊണ്ടുവരുന്നതല്ലേ.